രാത്രി നമ്മൾ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏറെക്കുറെ കുറച്ച് മാറി നമ്മൾ നിരന്തരം ഷെല്ലുകൾ പായുന്നതാണ് കണ്ടത്. ഷെല്ലുകൾ പായുന്നു, അതിനുശേഷം അതിന് വലിയ ഉഗ്ര ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ തീഗോളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നു. ആ കാഴ്ചയായിരുന്നു രജൌരിക്ക് അടുത്ത് കാണാൻ കഴിഞ്ഞത്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ പ്രദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറാണ്. ഈ പ്രദേശമാണ് ബോർഡർ പ്രദേശം. ഇവിടെ നിന്നാണ് ഈ ആക്രമണങ്ങൾ പ്രധാനമായും വരുന്നത്. വലിയ ശബ്ദത്തോടെ, പ്രത്യേകിച്ച് വലിയ ഉഗ്ര ശബ്ദത്തോടെ ഷെല്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് നമ്മൾ ഇന്നലെ ഹോട്ടലിൽ കാണാൻ കഴിഞ്ഞത്. പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആയിരുന്നതിനാൽ തന്നെ മറ്റ് ലൈറ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങളോ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ താമസിച്ച പരിസര പ്രദേശങ്ങളോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായും ഇലക്ട്രിസിറ്റി ഇവിടെയൊക്കെ ഇന്നലെ രാത്രി തന്നെ പൂർണ്ണമായും കട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് സാഹചര്യമായി. നമ്മൾ ദില്ലിയിൽ 15 മിനിറ്റ് ബ്ലാക്ക് ഔട്ട് കണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ ബ്ലാക്ക് ഔട്ട് ആവുന്ന സാഹചര്യം എന്താണെങ്കിലും രജൌരിയിൽ കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ വലിയ ഉഗ്ര സ്ഫോടനങ്ങളും അതോടൊപ്പം സൈനിക വാഹനങ്ങൾ രാത്രി ഉടനീളം റോഡിലൂടെ ചീറിപ്പായുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. അത്ര വലിയ ആക്രമണം ഇന്നലെ പാക് സൈഡിൽ നിന്ന് ഉണ്ടായി. ഇന്ത്യയെ ശക്തമായി തന്നെ തിരിച്ചടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെടിയൊച്ചകളൊക്കെ വലിയ ഉച്ചത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ വലിയ ഉഗ്ര ശബ്ദത്തോടെ സ്ഫോടനങ്ങളും വെടിവെച്ചകളും ഒക്കെ ആയിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊപ്പം ഇന്ത്യയുടെ ഭാഗത്ത്. പ്രത്യേകിച്ച് പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ്, പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ ഒരു ആക്രമണങ്ങൾ ഉണ്ടായ രാത്രിയാണ് കഴിഞ്ഞു പോയത് എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതായി വരും.